അതായത് ഇപ്പോൾ ഒരുപാട് സെയിൽസ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കാലമാണ് അല്ലേ? ഒരുപാട് സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ജോബ്സ് സെയിൽസിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മളൊരു കമ്പനി സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അധിക പേരും ചതിക്കുഴിയിൽ അകപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ അതിൽ നിന്ന് ഒരു പ്രോപ്പറായിട്ടൊരു കമ്പനി നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യണം, നമ്മൾ എങ്ങനത്തെ ജോലിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കേണ്ടത്, ജോലിയുടെ മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഫസ്റ്റ് നമ്മൾ ഓഫർ ലെറ്റർ നമ്മൾ കൈപ്പറ്റിയിട്ടുണ്ടാവണം. അതായത് കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപായിട്ട് ഓഫർ ലെറ്റർ നിർബന്ധമായിട്ടും വാങ്ങിയിട്ടുണ്ടാവണം. ഓക്കെ, ചില കമ്പനീസ് പറയും നിങ്ങൾ ജോയിൻ ചെയ്തോളൂ 1 വീക്കിൻ്റെ ഉള്ളിൽ തരാം എന്നൊക്കെ പറയും. പക്ഷേ നമ്മളെ കയ്യിൽ നിയമപരമായിട്ട് നമ്മൾ ആ കമ്പനിയിൽ ജോയിൻ ചെയ്തതിന് ഏക തെളിവാണ് ഈ ഓഫർ ലെറ്റർ. അപ്പോൾ പല കുട്ടികളും, അതായത് പുതുതായിട്ട് വരുന്നവരായിരിക്കും, ഏത് ജോബിലേക്കായിക്കോട്ടെ പുതുതായി വരുന്നവരാണ് ഇത്രയും ചതിക്കുഴികൾ അകപ്പെടുന്നത് കൂടുതലും. കാരണം ഒരു ഓഫർ ലെറ്റർ കിട്ടിയാൽ മാത്രമേ നമുക്ക് അവിടെയുള്ള ജോബ് എന്താണെന്നുള്ള കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, നമുക്ക് വാക്കാൽ ചിലപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല നമ്മൾ അവിടെ പോയി ചിലപ്പോൾ അവർ ചെയ്യിപ്പിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഓഫർ ലെറ്റർ ഉണ്ടെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടും, നമ്മുടെ സാലറിയെക്കുറിച്ചും ഇൻസെൻറ്റീവിനെ കുറിച്ചും നമ്മുടെ ജോബിൻ്റെ ടൈമിനെ കുറിച്ചും ഇനി ഫ്യൂച്ചറിൽ ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അഡീഷണലി നമുക്ക് വരാനുള്ളത്, PF അതുപോലുള്ള ആനുകൂല്യങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾക്ക് നമ്മുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടുന്നത് ഈ ഒരു ഓഫർ ലെറ്റർ വഴിയാണ്. അപ്പോൾ മസ്റ്റാണ് നിങ്ങൾ ഓഫർ ലെറ്റർ വാങ്ങിയിട്ടുണ്ടാവണം. ഇപ്പോഴത്തെ കാര്യം നമ്മൾ കമ്പനിനെ കുറിച്ച് ഒന്ന് പഠിക്കുക. കാരണം നമ്മൾ ഇൻ്റർവ്യൂ ടൈമിൽ തന്നെ നമുക്ക് ചോദിക്കാൻ പറ്റണം. അതായത് നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ വർക്ക് വരുന്നത്, ഈ ഒരു ഓഫീസിൽ നിന്നാണോ, അതല്ല നമുക്ക് വേറെ സ്ഥലത്തേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടോ, അതായത് ഓഫീസ് വർക്കാണോ വരുന്നത് അല്ലെങ്കിൽ ഫീൽഡ് വർക്കാണോ വരുന്നത്, എന്താണ് നമ്മളെ സാലറിയുടെ കാര്യങ്ങൾ, ഫ്യൂച്ചറിൽ ഇൻസെൻറ്റീവ് എങ്ങനെയായിരിക്കും, അതായത് സാലറി ബേസിക് സാലറി ചിലപ്പോൾ ഫസ്റ്റ് മന്തിൽ നമ്മൾ പറയും നിങ്ങൾക്ക് ട്രെയിനിങ് പീരീഡ് ആണ്, ആ സമയത്ത് സാലറി ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു ക്ലാരിറ്റി വരുത്തണം. കാരണം ഒരു 1 മന്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഓഫർ ലെറ്ററും കിട്ടിയിട്ടില്ല, നിങ്ങൾ അവരോട് പറയുകയാണ് നിങ്ങൾക്ക് സാലറി ഫസ്റ്റ് മന്ത് സാലറി ഇല്ല, സാലറിൻ്റെ കാര്യത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ പറയുന്ന കമ്പനീസ് ഉണ്ട്. പ്രത്യേകിച്ച് സെയിൽസിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ ഫേസ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ആയിരിക്കും ചില കമ്പനികൾ പറയുന്നുണ്ട് ഇവിടെ അല്ല, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് വേറെ സ്ഥലത്തു നിന്നാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞിട്ട് അവർ ഷിഫ്റ്റ് ചെയ്യും. ആ രീതിയിലൊക്കെ മാറാതിരിക്കുക നിങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക, നിങ്ങളെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. നിസ്കരിക്കാനുള്ള സ്ഥലമുണ്ടോ, അതായത് ഫുഡ് കഴിക്കുന്ന സ്ഥലം എവിടെ നിന്നാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കമ്പനി നിങ്ങൾക്ക് കുറേ ഡിമാൻഡുകൾ പറയുന്നുണ്ടോ കമ്പനീൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളെ ഡിമാൻഡുകൾ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റണം. മൂന്നാമത്തെ കാര്യമാണ് നിങ്ങളൊരു കോൺഫിഡൻസ് ഉള്ള ഒരാളായിട്ടിരിക്കുക, ഒരു നിലപാടുള്ള ഒരാളായിട്ട് ഇരിക്കുക എന്നുള്ളത്. അതായത് ഏതെങ്കിലും ഒരു ജോലി കിട്ടുന്ന സമയത്ത് അത് തന്നെ മതി, അല്ലെങ്കിൽ നമുക്കൊരു സ്ഥലത്ത് നമ്മളെ റിജക്റ്റ് ചെയ്തു അപ്പോൾ നമുക്ക് എല്ലാം പോയി എന്നുള്ള ലെവലല്ല. കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന ജോലിയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അതാണ് ബെസ്റ്റ്. അല്ലാതെ നമ്മൾ റോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുന്നതായിട്ട് നല്ലത് കുറച്ച് ടൈം എടുത്ത് നല്ലത് കണ്ടെത്തുക എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കണം, നിങ്ങൾ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണം. ഇങ്ങനത്തെ ജോലിയാണ് എനിക്ക് വേണ്ടത്, അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം.